മലയിടം തുരുത്ത് പാരിയത്തുകാവ് ഉന്നതി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഇന്ന് നടക്കുന്നത്. മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് കളക്ടറേറ്റിലാണ് യോഗം ചേരുന്നത്. ഉന്നതി നിവാസികളും സമരസമിതി ഭാരവാഹികളും ഈ ചർച്ചയിൽ പങ്കെടുക്കും. സമരസമിതിയെ ആദ്യമായാണ് ചർച്ചയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അബ്ദുൾ റഹീം കൊച്ചിയിൽ നിന്നും തത്സമയം ചേരുന്നു. റഹീമെ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ നേരത്തെ CMRL കേസുമായി ബന്ധപ്പെട്ട് ഷപ്നയോട് സംസാരിക്കുമ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ED സംബന്ധിച്ചും CMRLനെയൊക്കെ സംബന്ധിച്ചും വളരെ നിർണായകമാണ്. അതേപോലെ തന്നെ ഈ മലയിടം തുരുത്ത് പ്രശ്നവുമായി ബന്ധപ്പെട്ടും ഇന്ന് വളരെ നിർണായകമായ ഒരു ചർച്ചയെന്ന് പറയാം. കാരണം ഉടൻ തന്നെ ഒഴിപ്പിക്കൽ നടപടികൾ പൂർത്തിയാക്കണമെന്നുള്ള മുൻസിഫ് കോടതിയുടെ വിധി ഉത്തരവ് നിൽക്കുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ചേരുന്ന യോഗം അത് വളരെ നിർണായകവുമാണ്. അപ്പം എന്താ പ്രതീക്ഷിക്കേണ്ട? നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണോ? ഇപ്പോഴും സമരസമിതി കൂടി എത്തുമ്പോഴേക്കും എന്തൊക്കെ പ്രതീക്ഷിക്കണം? സേതു, ഗുഡ് മോർണിംഗ്. സേതു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മലയിടം തുരുത്തുമായി ബന്ധപ്പെട്ട ഇന്ന് നടക്കാൻ പോകുന്ന ചർച്ച വളരെ നിർണായകമാണ്. കാരണം ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നുമൊക്കെ ഇത്തരത്തിൽ ഈ പരിയെടുത്തുകാവ് ഉന്നതിയിൽ കഴിയുന്ന ആളുകളെ ഒഴിപ്പിക്കണം എന്ന വിധി വന്നിട്ടുണ്ട്. ഇതേ ഒഴിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ പലതവണ പൂർത്തിയാക്കാൻ ശ്രമിച്ചുവെങ്കിലും പ്രതിഷേധങ്ങളെ തുടർന്ന് മാറ്റിവെക്കേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. ഏതായാലും നിലവിൽ ഇന്ന് നടക്കാൻ പോകുന്ന ചർച്ചയിൽ പ്രധാനമായും സർക്കാർ പറയാനുള്ള കാര്യങ്ങളാകും മന്ത്രി റോജി അഗസ്റ്റിൻ മുന്നോട്ട് വെക്കുക. ഇതിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ലാതെ മറ്റ് നിവൃത്തി അല്ലെങ്കിൽ മറ്റ് പോംവഴികൾ ഇവിടെ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം കോടതിയിൽ നിന്നടക്കം വലിയ തിരിച്ചടി നേരിട്ടതാണ്. അതുകൊണ്ട് ഇനി സർക്കാർ പറയുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് ഇവർക്ക് മുന്നിലുള്ള ഏക പോംവഴി. സ്വാഭാവികമായും മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത് ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ഇവിടെ നിന്ന് ഇവരെ ഒഴിപ്പിക്കേണ്ട സാഹചര്യമാണെങ്കിൽ അവർക്ക് തിരിച്ചടി ഉണ്ടാകില്ല, അതായത് അവരെ കൃത്യമായി പുനരധിവസിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കിയത്. പക്ഷേ തങ്ങൾ ജനിച്ച് വളർന്നു വീണത് ഈ മണ്ണിലാണ്, ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും സമരസമിതി ഉള്ളത്, അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ആളുകൾ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്ന് ഈ നടക്കുന്ന യോഗത്തിൽ ആ ഉന്നതിയിൽ താമസിക്കുന്ന ആളുകളും അതോടൊപ്പം തന്നെ സമരസമിതിയും കൂടാതെ ഈ സ്ഥലത്തിന്റെ ഉടമയായിട്ടുള്ള ആളുകളുടെ ബന്ധുക്കളും ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഈ നിർണായകമായ ചർച്ച നടക്കുന്നത്. ഏതാണ്ട് 2 ആഴ്ചത്തെ സമയമാണ് ആദ്യം കോടതി അനുവദിച്ചത്. പിന്നീട് സർക്കാർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ച കൂടി സമയം നീട്ടി നൽകിയിട്ടുണ്ട്. ജൂൺ 16 വരെയാണ് ആ ഒരു സമയമുള്ളത്. ആ സമയത്തിനുള്ളിൽ തന്നെ ഇവരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കണം എന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം. ഏതായാലും ഇനിയിപ്പോൾ ബലപ്രയോഗത്തിലൂടെയാണോ ഇവിടെയുള്ള ആളുകളെ മാറ്റേണ്ടി വരിക, അതോ ഇന്ന് നടക്കുന്ന ചർച്ചയിൽ ഒരു സമവായം ഉണ്ടായി അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അവിടെ താമസിക്കുന്ന നിവാസികൾ തയ്യാറാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും വളരെ നിർണായകമായ ഒരു ചർച്ച തന്നെയാകും മലയിടം തുരുത്ത് പാരിയത്തുകാവ് ഉന്നതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കാൻ പോകുന്നത്. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദന തന്നെയാണ്. കാരണം സമരസമിതി അല്ലെങ്കിൽ പ്രതിഷേധക്കാർ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ സർക്കാർ ഇനി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും കോടതിയിൽ നിന്നടക്കം വലിയ രീതിയിൽ തിരിച്ചടി നേരിട്ടൊരു കേസായതിനാൽ തന്നെ ഇവിടെ ആളുകൾക്ക് ഇവിടെ നിന്ന് മാറാതെ മറ്റു വഴികളില്ല. ഇനി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഇടപെടൽ അതീവ നിർണായകവുമായിരിക്കും. സേതു. ഓക്കെ റഹീമെ, ശരി. പറഞ്ഞ പോലെ തന്നെ മലയിടം തുരുത്ത് പാരിയത്തുകാവ് ഉന്നതി ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഇന്ന് ചർച്ചകൾ നടക്കുകയാണ്.